BBC ഒരു വലിയ പുലിവാല് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരവസരം കിട്ടിയിരിക്കുന്നു, അത് മുതലാക്കണമെന്ന് ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താ തോന്നുന്നു? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ ക്യാപിറ്റോൾ ഹിൽ ആക്രമണത്തെ സംബന്ധിച്ച് ഇവർ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 50 മിനിറ്റിനകത്തുള്ള 2 ബൈറ്റുകൾ മുറിച്ചിട്ട് ചേർത്ത് വെക്കുകയാണ് മറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അനുകൂലികളോട് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നത്രേ. സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ കാര്യം ഈ എടുത്തു കൊടുത്ത ബൈറ്റിലുണ്ടായിരുന്നില്ല ഈ ഡോക്യുമെൻ്ററിക്കകത്ത്. മറിച്ച് എന്ത് വില കൊടുത്തും പോരാടോ, ഇത് രണ്ടും ഇദ്ദേഹം പറഞ്ഞാണ്, എന്ത് വില കൊടുത്തും പോരാടോ എന്ന് അദ്ദേഹം പറഞ്ഞ് ഇതിനകത്ത് വന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്ററിയുടെ ഒരു ക്രക്സ് തന്നെയും, അതായത് ഈ ക്യാപിറ്റോൾ ഹില്ലിലെ ആക്രമണത്തിന് അനുകൂലമായിരുന്നു ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവിടെ ഈ ആക്രമണം ഉണ്ടായത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആകെത്തുകയിൽ തെറ്റായ കാര്യമല്ല. ട്രംപിൻ്റെ നിലപാടുകൾ കൊണ്ടാണ് ഈ ആളുകൾ അമേരിക്കയുടെ ചരിത്രത്തിൽ മുൻകാലത്തില്ലാത്ത വിധം ക്യാപിറ്റോൾ ഹില്ലിൽ വന്നിട്ട് വിചിത്രമായ വേഷധാരികളായിട്ടുള്ള ആളുകൾ അടിയുണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരുപാട് വലിയ കുഴപ്പമുണ്ടായല്ലോ, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അതിനകത്തൊരു കുഴപ്പമില്ല എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ BBC എന്നെ സംബന്ധിച്ച പ്രകാരം അത്രക്ക് വലിയ പ്രശ്നമായി മാറിയ, ലോകം തന്നെ ആകപ്പാടെ ശ്രദ്ധിച്ച, മനുഷ്യർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതിനെ പറ്റിയിട്ട് ഈ രാഷ്ട്ര തലവനായിരുന്ന ആൾ, പ്രത്യേകിച്ച് ഇതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് പറയുന്ന ആൾ പറഞ്ഞ കാര്യത്തെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ ബൈറ്റ് കട്ട് ചെയ്ത് കൊടുത്തു എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ആ പ്രശ്നം ഇവർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു ദുരുദ്ദേശപരമായിട്ട് ചെയ്തതായിരിക്കില്ല. അതിൻ്റെ ആകെത്തുകയിൽ ഇതെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ തെറ്റില്ല എന്ന് പറയുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും ഇത് തരുന്ന ഒരു സൂചന, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെസ്സേജ്, നമുക്കുള്ള സന്ദേശം, ഈ മാധ്യമ പ്രവർത്തനത്തിൽ എത്രമാത്രം ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നതിനുള്ള മറ്റൊരു സന്ദേശമായിട്ട് ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, അതിൽ മറ്റൊരു സംഭവമായിട്ട് ഇത് വന്നു എന്നു മാത്രമല്ല, അതോട് ചേർത്ത് വെക്കാനുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ശരിയല്ലാത്ത രാഷ്ട്രീയക്കാരുള്ള കാലത്ത് കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതുണ്ട് എന്ന് BBC പോലെ 103 വർഷക്കാലം പഴക്കമുള്ള ലോകത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ, സംവിധാനങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന, പൊതുവിൽ കണക്കാക്കപ്പെടുന്ന BBC നിന്ന് തന്നെ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നു. അതായത് അവരുടെ ഭാഗത്തു നിന്ന് പോലും അതിനിസ്സാരമായിട്ടുള്ളതെന്ന് അവർ അതുവരെ കണക്കാക്കിയിരുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ പുകിൽ ഇത്രമാത്രം വലുതായി. ഇതുകൊണ്ട് ട്രംപ് വിശുദ്ധനായിട്ട് നടിക്കുകയാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ മാധ്യമങ്ങൾ ഇങ്ങനെ എന്നെ കള്ളം പറഞ്ഞിരിക്കുകയാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇത്തരം കുഴപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ കാലത്ത് മാധ്യമങ്ങൾ അതിജാഗ്രത കാണിക്കേണ്ടതുണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരുള്ളപ്പോൾ തന്നെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പക്ഷേ കുഴപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ കാലത്ത് അവർ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന കുഴപ്പങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കളയും എന്ന കാര്യം ശരിയാവണ്ണം മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ സംഭവത്തിൽ എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ട്രംപിൻ്റെ ബിഡൽസും മറ്റ് ബഹളങ്ങളും ഒക്കെയാണ്. തീർച്ചയായും ലോകത്തെ എല്ലാ രാജ്യത്തുമുള്ള മാധ്യമപ്രവർത്തകർ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. കാരണം ഒരബദ്ധം എന്ന നിലയ്ക്ക് അത് പറഞ്ഞൊഴിയാനാവാത്ത തലത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു.